Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 9 ആയിട്ടുള്ള പെരിമീറ്റർ ആൻഡ് ഏരിയയിൽ വരുന്ന സർക്കിൾ എന്ന് പറയുന്ന സെഷനാണ്. കഴിഞ്ഞ 2 സെഷൻസിലായിട്ട് നമ്മൾ പാരലോഗ്രാം അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ ഒക്കെ പെരിമീറ്റർ ഏരിയ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഷേപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് സർക്കിൾ. ഓക്കെ, നമുക്ക് സർക്കിളിന്റെ പെരിമീറ്റർ അതുപോലെ ഏരിയനെ കുറിച്ച് ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും സർക്കിൾ അറിയാം അല്ലെ, എന്താണെന്ന്. ഒരു ഷേപ്പ്, സർക്കിൾ ഷേപ്പ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഷേപ്പാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് ഒബ്ജക്ട്സ് സർക്കിൾ ഷേപ്പിൽ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഫിഗർ ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സർക്കിൾ അല്ലെ, നമുക്ക് ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു സർക്കിളിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സർക്കിൾ ഷേപ്പ് വരുന്ന ഒരു 3 ഒബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. കാണാവോ? ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ വീല് അല്ലെ. ഇതൊരു സർക്കിൾ ഷേപ്പാണ്. നമ്മുടെ വെഹിക്കിൾസിന്റെ ഒക്കെ വീൽസ് എന്താണ് വരുന്നത്? ഷേപ്പ് സർക്കിൾ ഷേപ്പിലാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് അവിടെ സ്ക്വയറോ റെക്ടാങ്കിളോ ഒന്നും ഉണ്ടാവാറില്ല. എല്ലാ വെഹിക്കിൾസിന്റെയും ആ ഒരു വീൽ എന്ന് പറയുന്നത് സർക്കിൾ ഷേപ്പിലായിരിക്കും. പിന്നെ നമ്മൾ ഡെയിലി നോക്കുന്ന ഒരു കാര്യം അല്ലെ, ക്ലോക്ക്. നമ്മൾ ടൈം നോക്കുന്ന നമ്മുടെ ക്ലോക്ക് സർക്കിൾ ഷേപ്പിലാണ്. പക്ഷെ അത് എപ്പോഴും സർക്കിൾ ഷേപ്പിൽ വരണം എന്നല്ല. നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഷേപ്സിൽ കാണാം. ബട്ട് നമ്മൾ കോമൺലി അധികവും കാണുന്ന ഒരു സർക്കിൾ ഷേപ്പിൽ വരുന്ന ക്ലോക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് ഒരു ക്യാൻറ്റി ആണ് അല്ലെ. ഈ ഒരു ക്യാൻറ്റി ഒരു സർക്കിൾ ഷേപ്പിൽ വരുന്ന ക്യാൻറ്റി ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന കുറച്ച് സർക്കിൾ ഷേപ്പിൽ വരുന്ന ഒബ്ജക്ട്സ് ആണ്. അപ്പം നമ്മൾ സർക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. എന്താണ് സർക്കിൾ, എന്തിനാണ് നമ്മൾ ഈ സർക്കിളിനെ കുറിച്ച് പഠിക്കുന്നത്? ഓക്കെ, അതുപോലെ സർക്കിളിന്റെ പെരിമീറ്റർ, ഏരിയ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ വാട്ട് ഈസ് സർക്കിൾ, എന്താ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായിരിക്കും സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കിൾ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. സോ അതിന് സൈഡ്സോ എഡ്ജസോ ഒന്നും വരുന്നില്ല അല്ലെ. നമ്മൾ മുന്നേ പഠിച്ച ഇപ്പൊ സ്ക്വയർ ആയാലും റെക്ടാങ്കിൾ ആയാലും പാരലോഗ്രാം ആയാലും ട്രയാങ്കിൾസ് ആയാലും, സോ അതിനെല്ലാം എന്ത് വരുന്നുണ്ട്? സൈഡ്സ് വരുന്നുണ്ട് അല്ലെ. ലൈൻ സെഗ്മെന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സൈഡ്സ് ഫോം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സർക്കിൾസിന്റെ കേസിലോട്ട് നോക്കുമ്പോൾ എന്താ പറയുന്നത്? എ സർക്കിൾ ഇസ് എ റൗണ്ട് ഷേപ്പ് ഫിഗർ. നമ്മൾ ഈ സർക്കിൾ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ, അതായത് നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ സ്കൂളിലൊന്നും പോകുന്നതിനേക്കാളൊക്കെ മുന്നേ സർക്കിൾ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ആദ്യം പഠിക്കുന്നത് റൗണ്ട് എന്നാണ് അല്ലെ. നമ്മൾ ആദ്യം നമ്മുടെ പാരന്റ്സ് ഒക്കെ പഠിപ്പിച്ചിരുന്നത് എന്താണ്? അതൊരു റൗണ്ട് ഷേപ്പ് ആണ് അല്ലെ. സർക്കിൾ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളൊരു സ്കൂൾ ലെവലിലോട്ട് പോകുമ്പോഴാണ് കേൾക്കുന്നത്, നമ്മളെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് അല്ലെ. പക്ഷെ നമ്മൾ എന്താ പറയുക, ജനറലി നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡ് എന്താണ്? റൗണ്ട് ഷേപ്പ്. സോ അതിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ഒരു റൗണ്ട് ഷേപ്പ് ഫിഗർ ആണ് ദാറ്റ് ഹാസ് നോ കോർണേഴ്സ് ഓർ എഡ്ജസ് ഓർ സൈഡ്സ് അല്ലെ. സൈഡ് വരുന്നില്ല, കോർണർ വരുന്നില്ല, അതുപോലെ എഡ്ജസ് ഒന്നും വരുന്നില്ല. അങ്ങനത്തെ ഒരു ഫിഗർ ആണ് സർക്കിൾ എന്ന് പറയുന്നത്. ദെൻ ഇൻ ജോമെട്രി, നമ്മൾ മാത്സിന്റെ ലാംഗ്വേജിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിലെ ഒരു ബ്രാഞ്ച് ആണ് ജോമെട്രി. അപ്പൊ നമ്മൾ ആ ഒരു മാത്തമാറ്റിക്സ് ലാംഗ്വേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇൻ ജോമെട്രി എ സർക്കിൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ക്ലോസ്ഡ് ഷേപ്പ്. ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആണോ? അല്ല. സർക്കിൾ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ്. ആൻഡ് 2 ഡയമെൻഷനൽ. സർക്കിൾ എന്താണ്? 2 ഡയമെൻഷനൽ ആണ്. ഓക്കെ, അതായത് 2 ഡയമെൻഷൻസേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു പേപ്പറിൽ, അതായത് ഒരു പ്ലെയിനിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളെ സർക്കിളിനെ അല്ലെ. 3D ആണെങ്കിൽ പറ്റുമോ? നമുക്ക് വരയ്ക്കാൻ പറ്റുമോ ഒരു പേപ്പറിൽ? ഇല്ല, പോസിബിൾ അല്ല അല്ലെ. അപ്പൊ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇസ് എ 2 ഡയമെൻഷനൽ ഫിഗർ ആൻഡ് കർവ്ഡ് ഷേപ്പ്. ഒരു കർവ്ഡ് ആണ് അല്ലെ. എല്ലാ എഡ്ജസും നോക്കി, എന്താണ് എഡ്ജ് എന്നല്ല പറയാ, അതിന്റെ ആ ഒരു ബൗണ്ടറി. നമ്മൾ എഡ്ജ് എന്ന് പറയില്ല, നോ എഡ്ജ് എന്നാ പഠിച്ചേ. അപ്പൊ അതിന്റെ ആ ഒരു ബൗണ്ടറി എന്നാണ് നമ്മൾ പറയുക. അതൊക്കെ കർവ്ഡ് ആണ്. നമ്മൾ സർക്കിളിന്റെ ഓരോ പീസസ് എടുത്താലും, ഇപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ അതിനെന്തായിരിക്കും? ഒരു കർവ്ഡ് ഷേപ്പ് ഉണ്ടാവും. ഇനി വേറൊരു പാർട്ടിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ സോ അവിടെയും എന്തുണ്ടാവും? ഒരു കർവ്ഡ് ഷേപ്പ് ഉണ്ടാവും. അപ്പൊ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കർവ്ഡ് ഷേപ്പ്. ഓക്കെ, കർവ്ഡ് ഷേപ്പ് ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? എ സർക്കിൾ ഇസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ്. യെസ്, അതെന്താണ്? സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. നമ്മൾക്ക് നോർമലി പറയാം, സർക്കിൾ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വാട്ട് ഇസ് സർക്കിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പക്ഷേ കളക്ഷൻ ഓഫ് പോയിന്റ്സ്. സർക്കിൾ എന്താണ്? ഒരുപാട് പോയിന്റ്സ് കളക്ട്, അതായത് ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട് പോയിന്റ്സിന്റെ. നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ആ ഫിഗറിലോട്ടൊന്ന് പോയിക്കേ. ഈ ഒരു ഫിഗർ നമ്മൾ ഫസ്റ്റ് നോക്കിയ ഫിഗർ. സോ ഇതിന്റെ
ഇതിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയാം. ഈ ചുറ്റും വരുന്നത് സർക്കിളിന്റെ ബൗണ്ടറി ആണ്. ഓക്കെ, സൈഡിന്നോ എഡ്ജിന്നൊന്നും യൂസ് ചെയ്യരുത്. സർക്കിൾ ഹാസ് നോ സൈഡ് നോ എഡ്ജ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇതൊക്കെ എടുക്കുമ്പം ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് എന്താ, ഇവിടെ എല്ലാം പോയിന്റ്സ് ഉണ്ട്, കണ്ടോ? ഇങ്ങനെ പോയിന്റ്സിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ഒരുപാട് പോയിന്റ്സുകൾ ഇങ്ങനെ എന്താ പറയുക, ഒരു അറേഞ്ച്മെന്റ്. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ്സിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ അതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സർക്കിൾ ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സർക്കിൾ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ സർക്കിൾ ഇസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, a circle is a set of points that lies on a plane. നമ്മൾ പറഞ്ഞു നമുക്ക് സർക്കിളിന് ഒരു പ്ലെയിനിൽ ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. That's why that lies on a plane and all the points are at equal distance from a fixed point. അത് നമ്മൾ പറഞ്ഞു ഈ ബൗണ്ടറിയിൽ എല്ലാം പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം ഇക്വൽ ഡിസ്റ്റൻസ് ആണ് ഫ്രം എ പോയിന്റ്. ഏതോ ഒരു പോയിന്റ് നിന്ന് ഇക്വൽ ഡിസ്റ്റൻസിലാണ് വരുന്നത്. ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, സർക്കിളിന്റെ സെന്റർ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഫിഗറിലോട്ട് തന്നെ നോക്കാം. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. യെസ്, കണ്ടോ, ഇതാ നമ്മളിപ്പോ വരച്ച സർക്കിള്. ഈ സർക്കിളില് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് എന്നല്ലേ. അതിനുവേണ്ടി ഞാൻ ഇതാ ഈ സർക്കിളിന് ഇവിടെയൊക്കെ ഇങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്തു. ആൻഡ് ഈ പോയിന്റ്സ് എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. എവിടുന്ന്? ഏതോ ഒരു പോയിന്റ് നിന്ന്. ഓക്കെ, ഏതോ ഒരു പോയിന്റ് അങ്ങനെയാ പറയുന്നത്. ഓക്കെ, ഒരു സ്പെസിഫൈ പോയിന്റ് നിന്ന്. ആ പോയിന്റ് ഏതാണ്? ദാറ്റ് ഇസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. നമ്മുടെ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം സർക്കിളിന് മെയിൻ ആയിട്ട് സെന്റർ ഉണ്ടാവും. നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ആ സെന്ററിന്റെ ബേസിലാണ് വരയ്ക്കുന്നത്. സോ അപ്പം ആ ഒരു സെന്റർ ഓഫ് സർക്കിളിന് നമ്മൾ ബൗണ്ടറിയിൽ ഏത് പോയിന്റിലോട്ട്, നമ്മൾ പറഞ്ഞ ഇസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ്, ആ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിലോട്ട് ഇക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് അപ്പൊ ഈ ഒരു സെന്ററിന് ഈ പോയിന്റിലോട്ട് ഞാൻ വരച്ചാലും, ദെൻ നെക്സ്റ്റ് ഈ പോയിന്റിലോട്ട് വരച്ചാലും, ഇനി ഇവിടെ വരുന്ന ഒരു പോയിന്റിലോട്ട് വരച്ചാലും, ഓൾ ദിസ് ലൈൻസ് ആർ ഈക്വൽ ലെങ്ത്. എല്ലാം എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക, അതുപോലെ അതിന്റെ ബൗണ്ടറീസിൽ കുറേ പോയിന്റ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് കുറച്ചിങ്ങനെ കണക്ഷൻസ് വരയ്ക്കുക. എന്നിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കൂ. സർക്കിൾ കറക്റ്റ് റൗണ്ട് ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രം ആ ഒരു കറക്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, സർക്കിളിന് എവിടെയെങ്കിലും ഒന്ന് തിരിഞ്ഞു പോയാൽ അത് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങളുടെ ബാങ്കിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കോയിൻ യൂസ് ചെയ്യാം. അതായത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും ജസ്റ്റ് ഒന്ന് പേപ്പറിൽ വെക്കുക, എന്നിട്ടൊരു സർക്കിൾ ഷേപ്പ് വരയ്ക്കുന്നു, എന്നിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക, ആൻഡ് അതിന്റെ ബൗണ്ടറീസിൽ കുറേ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ സെന്ററിന് എല്ലാ പോയിന്റ്സിലോട്ടും വരുന്ന ഡിസ്റ്റൻസ് ഒന്ന് സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് കിട്ടും? ഓൾ ഡിസ്റ്റൻസ് ആർ സെയിം. അതുകൊണ്ടാണ് പറയുന്നത് ദാറ്റ് ഇസ് ഇക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ. ഓക്കെ, അപ്പൊ ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് എന്താണ്? ഇക്വൽ ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി സെന്ററിന്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ എന്താണ് സർക്കിളിന്റെ ഡെഫിനിഷൻ. നമ്മുടെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. So that is called center of circle. Okay, center of circle is very important. നമ്മുടെ സർക്കിളിന്റെ മെയിൻ ഒരു പാർട്ടാണ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ സർക്കിൾസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. സർക്കിൾസ് എന്താന്ന് പറഞ്ഞു, സർക്കിൾസിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. സിംപ്ലി പറഞ്ഞാൽ ഇസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ് അല്ലെ. ഒരു സർക്കിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോയിന്റ്സ്, ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു റൗണ്ട് ഷേപ്പ് എന്ന് പറയാം സർക്കിളിനെ, അല്ലെങ്കിൽ സർക്കിൾ ഹാസ് നോ എഡ്ജ് സൈഡ്സ് അങ്ങനെയും പറയാം. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സർക്കിളിന്. ദെൻ ഇനി നമ്മുടെ ബോർഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം. സോ ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. സോ ഈ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ട് കാണുന്നില്ലേ, ആ ഗ്രീൻ കളറിൽ വരുന്ന ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്ത് ഷേപ്പിലാണ്? സർക്കിൾ ഷേപ്പിലാണ്. ഓക്കെ, ഇവിടെ ഒരു സർക്കിൾ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പെൻ യൂസ് ചെയ്ത് അതൊന്ന് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഇതൊരു സർക്കിൾ ഷേപ്പിലാണ് ഈ ഒരു പ്ലേ ഏരിയ വരുന്നത്. ഓക്കെ, ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. ആ സ്റ്റേഡിയത്തിന്റെ ആ ഒരു പ്ലേ ഏരിയ വരുന്നത് സർക്കിൾ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് എന്തിനാ ഇപ്പൊ ഈ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഒരു സ്റ്റേഡിയം സർക്കിൾ ഷേപ്പ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല, നമ്മളോട് ചോദിക്കുവാണ് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ സർക്കിൾ, ആ ഒരു ഗ്രൗണ്ടിന്റെ
പെരിമീറ്റർ എത്രയാണെന്ന്. പെരിമീറ്റർ എന്ന് പറയുന്ന ടേം നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, പാരലോഗ്രാമിൻ്റെ കേസിലും ട്രയാങ്കിളിൻ്റെ കേസിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞത് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോ ദാറ്റ് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ബൗണ്ടറി അല്ലേ, ബൗണ്ടറിയുടെ ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും ട്രയാങ്കിൾ ആയാലും ഒക്കെ ഒരേ ടൈപ്പിലായിരുന്നു നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഏരിയയിൽ ഇക്വേഷനിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ബട്ട് പെരിമീറ്ററിന്റെ കേസിൽ ഒന്നുമില്ല. നമ്മൾ ആ ബൗണ്ടറി എന്ന് പറയുന്നത് എപ്പോഴും ലൈൻ സെഗ്മെന്റ്സ് ആയിരിക്കും, അതായത് കുറേ സൈഡ്സ് ആണ്. സൈഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡിഫറെൻറ്റ് ഷേപ്സ് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരിമീറ്റർ ഫൈൻഡ് ചെയ്തത്, ആ സൈഡ്സിന്റെ ലെങ്ത് എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും അല്ലേ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. സ്ക്വയറിന്റെ കേസായാലും റെക്റ്റാങ്കിളിന്റെ കേസിലും ട്രയാങ്കിളിന്റെ കേസിലും പാരലോഗ്രാമിന്റെ കേസിലും എല്ലാം പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര സൈഡ്സ് ഉണ്ടോ ആ സൈഡ്സിന്റെ ലെങ്ത് എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ബൗണ്ടറിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് സർക്കിൾ, സോ അവിടെ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, സർക്കിളിന്റെ കേസിൽ എടുക്കുമ്പം ഇവിടെ നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് അങ്ങ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോക്കിക്കേ നിങ്ങൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സർക്കിൾ എന്ന് പറഞ്ഞാൽ നോ സൈഡ് നോ എഡ്ജസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ പിന്നെ എവിടുന്ന നമ്മൾ സൈഡ് ആഡ് ചെയ്യാം? നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്ഷെ നമുക്കിവിടെ പെരിമീറ്റർ കാണണം. ഓക്കെ, എന്തായാലും ഇപ്പൊ ഇങ്ങനെ ചോദിക്കില്ലേ ഈ ഒരു ഗ്രൗണ്ടിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ വരുന്നതെന്ന്, അതാണല്ലോ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ ഈ ഒരു പ്ലേ ഏരിയയുടെ ടോട്ടൽ ലെങ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദി പെരിമീറ്റർ. ഓക്കെ, ഫൈൻഡ് ചെയ്യണം സർക്കിളിന്റെ. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സർക്കിളിന്റെ കേസിൽ പെരിമീറ്റർ എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. പെരിമീറ്റർ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേം പെരിമീറ്റർ ആണ് അല്ലെ, അതായത് ബൗണ്ടറിയുടെ ലെങ്ത്. ഇത് ഈ ഒരു ഗ്രൗണ്ടിന്റെ ഇൻസൈഡ് ആയിട്ട് വരുന്ന സ്പേസിന്റെ ടോട്ടൽ മെഷർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഏരിയ ആണ് കാണുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പോൾ ഒരു സ്ക്വയർ എടുത്തു, ആ സ്ക്വയറിന്റെ ചുറ്റും വരുന്ന, അതായത് ബൗണ്ടറിയിൽ വരുന്ന ലെങ്ത് ആണ് നമ്മുടെ പെരിമീറ്റർ. ദെൻ അതിന്റെ ഇൻസൈഡ് വരുന്ന ആ ഒരു സ്പേസിന്റെ മെഷർമെന്റ് ആണ് ഏരിയ. ഓക്കെ, പക്ഷെ നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു ഗ്രൗണ്ടിന്റെ, ഈ സർക്കിൾ ഷേപ്പിൽ വരുന്ന ഗ്രൗണ്ടിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ പരിചയപ്പെട്ട ആ ഒരു വേർഡ് പെരിമീറ്റർ ആണ്. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഓഫ് സർക്കിൾ അവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാറില്ല. പെരിമീറ്റർ തന്നെയാണ്, പക്ഷേ സർക്കിളിന്റെ കേസിൽ ആ പെരിമീറ്ററിന് നമ്മൾ വേറെ ഒരു പേരാണ് പറയുന്നത്. ഓക്കെ, ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല, പെരിമീറ്റർ തന്നെയാണ്. പക്ഷെ എന്നാലും സർക്കിൾ ആകുമ്പോൾ നമ്മൾ പെരിമീറ്റർ എന്ന് പറഞ്ഞ ടേം അത്ര യൂസ് ചെയ്യാറില്ല. ഇനി ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പൊ അതിലോട്ടാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. ദാറ്റ് ഇസ് സർക്കംഫെറൻസ് ഓഫ് എ സർക്കിൾ. എന്താണ്? സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേം ആണ് സർക്കംഫെറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മുതൽ പെരിമീറ്റർ എന്ന് പറയരുത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ പെരിമീറ്റർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ആ ടേമേ അറിയുള്ളൂ അല്ലെ. നമ്മൾ മുന്നേ ഈ ചാപ്റ്റർ പഠിച്ചപ്പം എല്ലാ ഷേപ്പിലും നമ്മൾ പഠിച്ചത് എന്താണ്? പെരിമീറ്റർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് പെരിമീറ്റർ എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് നമുക്ക് പെരിമീറ്റർ എന്ന് യൂസ് ചെയ്യേണ്ട. നമ്മൾ സർക്കിളിന്റെ കേസിൽ പെരിമീറ്റർ ഇസ് കോൾഡ് സർക്കംഫെറൻസ്. നമ്മൾ എന്താ വിളിക്കുക? സർക്കംഫെറൻസ് എന്നാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സർക്കംഫെറൻസ് ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ സർക്കംഫെറൻസ് കാണണം. അതിനാണ് ദാ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. ഞാൻ സർക്കിൾ കൊടുത്തു. അപ്പൊ സർക്കംഫെറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബൗണ്ടറിയുടെ ലെങ്ത് ആണ്. അതുകൊണ്ടാണ് ആ ബൗണ്ടറി ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് സർക്കംഫെറൻസ്. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദി ഡിസ്റ്റൻസ് അറൗണ്ട് എ സർക്കുലർ റീജിയൻ ഇസ് നോൺ ആസ് ഇറ്റ്സ് സർക്കംഫെറൻസ്. എന്താണ് സർക്കംഫെറൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ആ ഒരു ബൗണ്ടറി അല്ലെ, ഈ ഒരു സർക്കുലർ ഷേപ്പിൽ വരുന്ന ഈ ഒരു ബൗണ്ടറി. ഓക്കെ, ദി ഡിസ്റ്റൻസ് അറൗണ്ട് എ സർക്കുലർ റീജിയൻ, ഈ സർക്കുലർ റീജിയന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് കോൾഡ് ദി സർക്കംഫെറൻസ്. അപ്പൊ സർക്കിളിന്റെ പെരിമീറ്റർ ആണ് സർക്കംഫെറൻസ്. ഓക്കെ, അതായത് ടോട്ടൽ ലെങ്ത്, നമ്മുടെ സർക്കുലർ ഷേപ്പ്, ഇത് ഇവിടെയല്ലേ നമ്മുടെ സർക്കുലർ ഷേപ്പ് വരുന്നത്, അതായത് റൗണ്ട് ഷേപ്പ്, ആ റൗണ്ട് ഷേപ്പിന്റെ ടോട്ടൽ ലെങ്ത് ആണ് സർക്കംഫെറൻസ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ എന്താ സർക്കംഫെറൻസ്? നമ്മൾ സർക്കിൾ എന്താന്ന് പഠിച്ചു. ദെൻ അതിന്റെ കൂടെ തന്നെ സർക്കംഫെറൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ടേം നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ്
പെരിമീറ്റർ, സർക്കിളിന്റെ പെരിമീറ്റർ ആണ്. അപ്പൊ സർക്കിളിൽ ഒരിക്കലും നിങ്ങൾ ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യരുത്. മുന്നേ നമുക്ക് അറിയില്ലായിരുന്നു, നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പെരിമീറ്റർ എന്ന് തന്നെയാണ് പറഞ്ഞത്. ബട്ട് അത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അല്ലേ, നിങ്ങൾക്ക് അറിയില്ലല്ലോ ആ ഒരു ടേം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പെരിമീറ്റർ യൂസ് ചെയ്ത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ യൂസ് ചെയ്യുക എന്താണ്, സർക്കംഫറൻസ്. ഓക്കെ, പിന്നെ ഏരിയ, ഓക്കെ ഏരിയ തന്നെയാണ് കേട്ടോ, ഏരിയക്ക് ചേഞ്ച് ഒന്നുമില്ല. ഏരിയ ഇസ് ഓൾവേസ് ഏരിയ, ബട്ട് ഇൻ ദി കേസ് ഓഫ് പെരിമീറ്റർ ദാറ്റ് ഇസ് കോൾഡ് സർക്കംഫറൻസ്. അത് സർക്കംഫറൻസ് ആയിട്ട് മാറി. അപ്പൊ ഇനി നമുക്ക് എന്താ നോക്കാൻ പോകുന്നത്, പാർട്സ് ഓഫ് സർക്കിൾ. അപ്പൊ നമ്മുടെ സർക്കംഫറൻസ് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ സർക്കംഫറൻസ് കാണണമെങ്കിൽ നമുക്കറിയാം ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും അല്ലെ, എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ മുന്നത്തെ ഷേപ്പുകൾ പഠിച്ചപ്പോൾ റെക്ടാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും എല്ലാം അതൊരു ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ 4a എന്ന് പഠിക്കാറുണ്ട് അല്ലെ. അതായത് സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ 4a എന്ന് പറയും. 4a എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ 4a എന്ന് എടുക്കുന്നത്. എല്ലാ സൈഡും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ റെക്ടാങ്കിളിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പെരിമീറ്റർ 2 × l + b എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഇക്വേഷൻസ് തന്നെയാണ് പഠിച്ചത്. അപ്പൊ അതുപോലെ സർക്കിളിന്റെ കേസിലും ഉണ്ടാവും ഇക്വേഷൻ. അപ്പൊ ആ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ സർക്കിളുമായിട്ട് റിലേറ്റ് ആവുന്ന കുറച്ച് ടേംസുകൾ നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അങ്ങ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആവും. ഈ ഇക്വേഷനിൽ ഈ ഒരു വാരിയബിൾ ആയിരിക്കും എന്തായാലും ഇക്വേഷൻസിൽ ഉണ്ടാവുക. സോ അതെന്താണെന്നുള്ളത് നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ടേമുകൾ, അതായത് സർക്കിളിന്റെ കുറച്ച് പാർട്ടുകളെ കുറിച്ച് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഒരാൾ സെന്റർ ഓഫ് സർക്കിൾ ആണ്. നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ പറഞ്ഞു അല്ലെ, സെന്റർ എന്ന് പറയുന്ന സെന്റർ പാർട്ടാണ്. ദെൻ ആ സെന്റർ പാർട്ടിൽ നിന്ന് നമ്മൾ ബൗണ്ടറിയിൽ ഏതൊരു പോയിന്റ്സിലോട്ട് വരയ്ക്കുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നോക്കാനുള്ളതെന്ന്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് സർക്കിളിന്റെ അടുത്തൊരു ടേം ആണ്, അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടാണ്. ദാറ്റ് ഇസ് ദി ഡയമീറ്റർ. ദി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ട് നമുക്ക് 2 ടേംസ് ആണ് പഠിക്കാനുള്ളത്, മെയിൻ ആയിട്ടുള്ള ആളുകൾ. അതിലൊരാളാണ് ഡയമീറ്റർ. ഓക്കെ, സോ ദി ഡയമീറ്റർ ഓഫ് സർക്കിൾ ഇസ് എ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദി സെന്റർ. അപ്പം നമ്മുടെ സെന്റർ എന്താണെന്ന് അറിയാം അല്ലെ. അപ്പൊ ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന എന്താണ്, ലൈൻ. ഒരു ലൈൻ. ആ ലൈൻ ഇതിലൂടെ പാസ് ചെയ്യണം, സെന്ററിലൂടെ തന്നെ പാസ് ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെന്റർ എന്ന് പറയുന്ന വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സെന്റർ ഇല്ലെങ്കിൽ വേറെ ഇതിലേക്കും കൂടെ പാസ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയില്ല, സെന്ററിലൂടെ തന്നെ പാസ് ചെയ്യണം. ആൻഡ് മീറ്റ് ദി സർക്കംഫറൻസ് അറ്റ് ഓപ്പോസിറ്റ് എൻഡ്. എന്നിട്ട് അത് എവിടെ എൻഡ് ചെയ്യണം, നമ്മൾ വരയ്ക്കുന്ന ലൈന് സെന്ററിലൂടെ പാസ് ചെയ്ത് നമ്മുടെ സർക്കംഫറൻസിൽ, അതായത് നമ്മുടെ പെരിമീറ്ററിൽ അല്ലെ, സർക്കംഫറൻസിൽ എൻഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ഡി ഓർ ക്യാപിറ്റൽ ലെറ്റർ ഡി. നമ്മൾ ഡയമീറ്റർ ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഡി യൂസ് ചെയ്യാം, ഓർ സ്മോൾ ലെറ്റർ ഡി യൂസ് ചെയ്യാം. രണ്ടും എന്താണ്, സെയിം ആണ്. യൂസ് ചെയ്ത് വെച്ചിട്ട് എപ്പോഴും ക്യാപിറ്റൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, സ്മോളും ക്യാപിറ്റലും പോസിബിൾ ആണ്. ഓക്കെ, അപ്പം എന്താ ഡയമീറ്റർ എന്ന് ക്ലിയർ ആയോ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ ജോയിനിങ് ആണ്. സോ അത് ഇതിലൂടെ പാസ് ചെയ്യണം, സെന്ററിലൂടെ പാസ് ചെയ്യണം. ഓക്കെ, അപ്പം മാത്രമേ അതിനെ നമുക്ക് ഡയമീറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെയാണ് സെന്റർ. ഓക്കെ, അപ്പൊ ആ ലൈന് സെന്ററിലൂടെ പാസ് ചെയ്തു. സോ ഇസ് എ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദി സെന്റർ ആൻഡ് മീറ്റ്സ് അറ്റ് ദി സർക്കംഫറൻസ് അറ്റ് ദി ഓപ്പോസിറ്റ് എൻഡ്. എന്നിട്ട് ഇവിടുത്തെ സർക്കംഫറൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് എൻഡ് ചെയ്യുന്നതും സർക്കംഫറൻസിൽ തന്നെയാണ്. അതുപോലെ തന്നെ ആ ലൈന് സെന്ററിലൂടെ തന്നെ പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ വേണമെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഇത് മാത്രമാണ് ഡയമീറ്റർ എന്ന് പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഡിഫറെന്റ് ലൈൻസ് പാസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, പക്ഷെ എന്താണ്, അത് സെന്ററിലൂടെ തന്നെ പാസ് ചെയ്യണം, ഇല്ലെങ്കിൽ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എനിക്കിത് എങ്ങനെ വരച്ചാലും ഇത് ഡയമീറ്റർ ആണ്, പക്ഷെ ഇങ്ങനെ വരച്ച ഡയമീറ്റർ ആണോ? നോ, അല്ല. ഓക്കെ, ഞാനത് വേറൊരു കളർ യൂസ് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കേ, ഇതാ ഇപ്പൊ ഞാൻ വരച്ച ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ലൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡയമീറ്റർ, അത് ഡയമീറ്റർ അല്ല. ഓക്കെ, പക്ഷെ ബാക്കി വരച്ച റെഡും 2 ബ്ലൂ ഒക്കെ എന്താണ്, ഡയമീറ്റർ ആണ്. സോ എല്ലാവരും സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് ഗ്രീൻ ലൈൻ ഇസ് നോട്ട് എ ഡയമീറ്റർ, അത് ഡയമീറ്റർ അല്ല, കാരണം അത് സെന്ററിലൂടെ പാസ് ചെയ്തിട്ടില്ല. പക്ഷെ ബൗണ്ടറി പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു, ബൗണ്ടറിയിൽ എൻഡ് ചെയ്തു. നമ്മുടെ സർക്കംഫറൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സർക്കംഫറൻസിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതെന്താണ്, സെന്ററിലൂടെ പാസ് ചെയ്തിട്ടില്ല. ദെർഫോർ
ദാറ്റ് വൺ ഇസ് നോട്ട് എ ഡയമീറ്റർ. ഓക്കെ, അത് ഡയമീറ്റർ അല്ല. അപ്പൊ ക്ലിയർ ആയല്ലോ വാട്ട് ഇസ് ദി ഡയമീറ്റർ എന്ന്. ദെൻ ഡയമീറ്ററിന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഡി യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റർ ഡിയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സർക്കിളിന്റെ ഒരു പാർട്ട് പഠിച്ചു. അപ്പൊ നമ്മൾ സർക്കിളിന്റെ പാർട്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറയേണ്ടത് സെന്റർ ഓഫ് സർക്കിൾ ആണ്. ഓക്കെ, സർക്കിളിന്റെ സെന്റർ പറയാം, അതിനുശേഷം ഡയമീറ്റർ പറയാം. കാരണം നമുക്ക് ഡയമീറ്റർ പറയണമെങ്കിൽ സെന്റർ വേണം, സെന്ററിലൂടെ പാസ് ചെയ്യണ്ടേ. അപ്പൊ സെന്റർ എന്താണെന്ന് അറിയണ്ടേ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റേഡിയസ്. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ സർക്കിളിന്റെ മെയിൻ ആയിട്ട് വരുന്ന പാർട്സുകൾ, ഡയമീറ്റർ, റേഡിയസ്. അപ്പൊ നമുക്ക് ഈ സർക്കംഫറൻസ് പഠിക്കാനും ഏരിയ പഠിക്കാനും ഒക്കെ വേണ്ട ആളുകൾ ഈ ഡയമീറ്ററും അതുപോലെ തന്നെ റേഡിയസും ആണ്. സെന്റർ ആവശ്യമില്ല നമുക്ക് പ്രോബ്ലം ഒന്നും ചെയ്യാൻ, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് സെന്റർ എന്ന്. ഓക്കെ, അപ്പം റേഡിയസ് ഓഫ് സർക്കിൾ ഇസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ഇറ്റ്സ് സർക്കംഫറൻസ്. അപ്പൊ അവിടെയും നമുക്ക് സെന്റർ ഉണ്ട്. ഓക്കെ, റേഡിയസും എവിടുന്നാണ്? അത് സെന്ററിന് ഒരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എവിടുന്നാണ്? സെന്ററിന് സർക്കംഫറൻസിലെ ഒരു പോയിന്റിലോട്ടാണ്. ഓക്കെ, അപ്പൊ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ദി ഡിസ്റ്റൻസ് ഇസ് ദി ഡിസ്റ്റൻസ്, റേഡിയസ് ഇസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദി circumference. Okay, it's usually denoted by capital letter R or small letter r. അതായത് റേഡിയസിന് ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ആർ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആറും യൂസ് ചെയ്യാം ഓർ സ്മോൾ ലെറ്റർ ആറും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്താണ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസും സെന്ററും തന്നെയാണ്, ഒരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് സെന്ററിന് സർക്കംഫറൻസിലെ പോയിന്റിലോട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിൽ ഇവിടെ റേഡിയസ് വരയ്ക്കാം. ഇതാ ഇപ്പൊ എനിക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു സർക്കിൾ തന്നെ നമുക്ക് ഒരുപാട് റേഡിയസ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മുന്നേ സർക്കിളിന്റെ ഡെഫിനിഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ സർക്കിൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. സോ ആ സെറ്റ് ഓഫ് പോയിന്റ്സ് സർക്കിളിന്റെ സെന്ററുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തും ഇവിടെ മനസ്സിലായി, ഇതാണ് നമ്മുടെ ബൗണ്ടറിയിൽ വരുന്ന പോയിന്റ്. അതിൽ നമ്മൾ സെന്ററിലോട്ട് വരച്ചു കഴിഞ്ഞാൽ എത്ര വരച്ചു കഴിഞ്ഞാലും അതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ റേഡിയസും എന്തായിരിക്കും? സെയിം അല്ലേ? എത്ര റേഡിയസ് ഒരു സർക്കിളിൽ നമ്മൾ എത്ര റേഡിയസ് വരച്ചു കഴിഞ്ഞാലും ഓൾ റേഡിയസ് ആ സെയിം ലെങ്ത്, എല്ലാം സെയിം ലെങ്ത് ആയിരിക്കും. ഇനി സർക്കിൾ മാറ്റി വരച്ചു കഴിഞ്ഞാൽ മാത്രം അവിടെ എന്ത് വരുള്ളൂ? റേഡിയസിൽ ചേഞ്ച് വരുള്ളൂ. നമ്മൾ ഒരു സർക്കിൾ വരച്ചു, അതിൽ ഇനി എത്ര റേഡിയസ് വരച്ചു കഴിഞ്ഞാലും ഓൾ റേഡിയസ് ആ സെയിം ലെങ്ത്. ഓക്കെ, എല്ലാം എന്തായിരിക്കും? സെയിം ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ റേഡിയസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഏത് ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ആർ ഓർ സ്മോൾ ലെറ്റർ ആർ യൂസ് ചെയ്യാം. നമ്മൾ അധികവും സ്മോൾ ലെറ്റർ ആർ വെച്ചിട്ടാണ് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാറ് കേട്ടോ. അതുപോലെ തന്നെ ഡയമീറ്ററും നമ്മൾ സ്മോൾ ലെറ്റർ ഡി ആ യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ യൂസ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ നമ്മൾ അധികവും പ്രിഫർ ചെയ്യുന്ന ഏതാണ്? സ്മോൾ ലെറ്റേഴ്സ് ആണ്, റേഡിയസ് ആയാലും ഡയമീറ്റർ ആയാലും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ദെൻ ഇനി ഇവിടെ അടുത്തൊരു ട്വിസ്റ്റ് വരാനുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഡയമീറ്ററും റേഡിയസിനെയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവർ തമ്മിൽ ചെറിയൊരു റിലേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ സിസ്റ്റർ ബ്രദർ റിലേഷൻ ഒക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവർ തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഈ ഒരു പിക്ചറിൽ തന്നെ ഒന്ന് വരയ്ക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഓൾറെഡി ഞാൻ ഒരു റേഡിയസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതൊരു റേഡിയസ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സർക്കിൾ ഞാൻ നിങ്ങളോട് ഡയമീറ്റർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു സർക്കിളിൽ ഡയമീറ്റർ വരയ്ക്കണം. ഓൾറെഡി ഇതപ്പം ഞാൻ ഈ ബ്ലൂ കളറിൽ ഇവിടെ വരച്ചിട്ടുണ്ട്, അത് റേഡിയസ് ആണ്. ഇനി ഞാൻ നിങ്ങളോട് അവിടെ നിന്ന് തന്നെ ഈ ഒരു പോയിന്റ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഡ്രോ എ ഡയമീറ്റർ. ഡയമീറ്റർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെയാ വരയ്ക്കാം? ഇവിടെ നിന്ന് തന്നെ ഞാൻ ജസ്റ്റ് അത് കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരയ്ക്കാം. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് എന്താക്കും? ഇവിടെ വരെ വരയ്ക്കണം. അപ്പോഴേ അത് ഡയമീറ്റർ ആവുള്ളൂ അല്ലെ. ഇവിടെ വരെ വരച്ചു കഴിഞ്ഞാൽ അത് റേഡിയസ് ആണ്. കാരണം റേഡിയസ് എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് സർക്കിൾ ആൻഡ് സർക്കംഫറൻസ് പോയിന്റ് ആണ് അല്ലെ. സർക്കംഫറൻസിൽ വരുന്ന ഒരു പോയിന്റിലെ ഡിസ്റ്റൻസ് ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ലൈൻ ജോയിനിങ് ആണ്. സോ അത് എന്തിലൂടെ പാസ് ചെയ്യണം? ദാറ്റ് ലൈൻ പാസസ് ത്രൂ ദി സെന്റർ ഓഫ് ദി സർക്കിൾ. സെന്ററിലൂടെ പാസ് ചെയ്യണം. അപ്പൊ ഈ ഒരു സർക്കംഫറൻസിലെ പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വരയ്ക്കായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ഇസ് നമ്മൾ ഈ ഒരു പോയിന്റ് നിന്ന് ബൗണ്ടറിയിൽ ഇവിടെ വരുന്ന പോയിന്റ് തന്നെ റേഡിയസും വരയ്ക്കണം, ഡയമീറ്ററും വരയ്ക്കണം. അപ്പൊ ഇവിടുന്ന് റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരയ്ക്കും. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ. ഇപ്പൊ ഞാൻ കളർ ഒന്ന് മാറ്റി വരച്ചു. ഓക്കെ, ഇനി ഡയമീറ്റർ വരയ്ക്കാൻ ഈ പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സെന്ററിലൂടെ പാസ് ചെയ്ത് എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കണം?
റേഡിയസ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രലാണ്, പക്ഷെ ഡയമീറ്റർ എൻഡ് ചെയ്യുന്നത് എവിടെയാവണം? നമ്മുടെ ഓൺ ദി സർക്കിളിലായിരിക്കണം. ഓക്കെ, അതായത് ഓൺ ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസിലെ ഒരു പോയിന്റിലായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും ഒരു റിലേഷൻ, ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ? എന്താ മനസ്സിലാവുന്നേ? ഇപ്പൊ ഞാനിവിടെ വരച്ചപ്പം ഞാൻ ഡയമീറ്റർ ഇങ്ങനെ വരച്ചു അല്ലേ, ഫുള്ളായിട്ട് വരച്ചു. എന്നിട്ട് ഞാൻ പിന്നെ റേഡിയസ് വരയ്ക്കുമ്പം റേഡിയസ് എനിക്ക് ഇവിടെ വരെ ഉണ്ടായിട്ടുള്ളൂ അല്ലെ, ഇതാണ് നമ്മുടെ സെന്റർ. അപ്പൊ അവിടെ ഒരു റിലേഷൻ കിട്ടുന്നില്ലേ? എന്താ റിലേഷൻ? അതായത് ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. ഓക്കെ, മനസ്സിലായോ ആ ഒരു റിലേഷൻ? ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അതിനാണ് ഞാൻ ഇവിടെ 2 കളേഴ്സ് ഒക്കെ ആയിട്ട് വരച്ചത്. ഓക്കെ, അപ്പം ഡയമീറ്റർ സെന്റർ സെയിം, രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്കംഫറൻസിലെ ഒരു പോയിന്റ് എന്നാണ്. ഓക്കെ, ഇതാ ഈ ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ആ പോയിന്റിന് എ എന്ന് കൊടുക്കാം. സോ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഒന്ന് ഡയമീറ്റർ, ഒന്ന് റേഡിയസ് ആണ്. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വരുന്ന ആ ഒരു സർക്കംഫറൻസിലെ പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യണം. പക്ഷെ റേഡിയസിനെ നമുക്ക് എവിടെ എൻഡ് ചെയ്യിപ്പിക്കാം? സെന്ററിൽ എൻഡ് ചെയ്യിപ്പിക്കാം. അത്രയേ ഉള്ളൂ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് സർക്കിൾ ആൻഡ് സർക്കംഫറൻസ് പോയിന്റ് ആണ്, പോയിന്റ് ഓൺ ദി സർക്കംഫറൻസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു റിലേഷൻ മനസ്സിലായി. എന്താണ് റിലേഷൻ? നമ്മുടെ ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ. സോ ദാറ്റ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ഡയമീറ്റർ. റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതായത് റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫ് ആണ്, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആണ്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ കൊടുത്തത്. ദി ഡയമീറ്റർ ഇസ് ട്വൈസ് ദി ലെങ്ത് ഓഫ് റേഡിയസ്, ദാറ്റ് ഇസ് d ഈക്വൽ ടു 2r. അപ്പൊ നമുക്ക് d എന്ന് പറയുന്നത് എന്താണ്? 2r ആണ്, r-ന്റെ ഡബിൾ ആണ്. ഓക്കെ, ഇനി ദി റേഡിയസ് ഓഫ് സർക്കിൾ ഇസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫ് ആണ്, therefore d/2. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയസ് തന്നാ ഡയമീറ്ററും ഫൈൻഡ് ചെയ്യാം, ഡയമീറ്റർ തന്നാ റേഡിയസും ഫൈൻഡ് ചെയ്യാം അല്ലേ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. ഞാൻ പറഞ്ഞു ഡയമീറ്റർ 10 ആണെന്ന്. ഓക്കെ, d. ഓക്കെ, ഡയമീറ്റർ 10 ആണ്. എന്നിട്ട് റേഡിയസ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തൂടെ? കാരണം എന്താണ്? ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്, ദാറ്റ് മീൻസ് d/2 ആണ്. therefore r is equal to 10/2 is equal to 5. ഓക്കെ, അപ്പൊ റേഡിയസ് കിട്ടി 5. ഇനി റേഡിയസ് ആണ് ഞാൻ 5 തന്നതെങ്കിലോ, r is equal to 5 തന്നാൽ what is d? d is 2r, r-ന്റെ ഡബിൾ ആണ്. therefore d is equal to 5 into 2, that is 10. 10 ആണ് ഡയമീറ്റർ വരുന്നത്. This is the relation between diameter and radius. Okay, clear അല്ലേ? അപ്പം ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സർക്കിൾസ് എന്തായാലും പഠിക്കും. അപ്പൊ ഈ ഒരു റിലേഷൻ നമുക്ക് അറിയണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഡയമീറ്റർ ഇസ് ട്വൈസ് ദി ലെങ്ത് ഓഫ് റേഡിയസ്, ദാറ്റ് ഇസ് d ഈക്വൽ ടു 2r, ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ ഇറ്റ്സ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ, ദാറ്റ് ഇസ് r ഈക്വൽ ടു d/2. ഓക്കെ, ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇത്ര നമ്മൾ പറഞ്ഞ കാര്യം. നമ്മൾ സർക്കിൾ എന്താന്ന് പഠിച്ചു, ദെൻ നമ്മളെ സർക്കംഫറൻസ് എന്താ നമ്മൾ നോക്കി. എന്നാലും നമ്മൾ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എത്തിയിട്ടില്ല അല്ലെ, നമ്മൾ ജസ്റ്റ് വാട്ട് ഇസ് സർക്കംഫറൻസിനെ പഠിച്ചിട്ടുള്ളൂ അല്ലെ. ദെൻ ഇനി നമുക്ക് ഇക്വേഷൻ പഠിക്കണം. ആ ഇക്വേഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ അറിയണം. എന്താ റേഡിയസ്, എന്താ ഡയമീറ്റർ, ഇവർ തമ്മിൽ വരുന്ന റിലേഷൻ എന്താണ്, എന്നാൽ മാത്രമേ നമുക്ക് സർക്കംഫറൻസിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താ നമ്മുടെ സ്ലൈഡിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സർക്കിളിൽ അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് നമുക്ക് നോക്കാം എന്താ ഇവിടെ പറഞ്ഞേ. ദി സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഇസ് ഓൾവേസ് മോർ ദാൻ 3 times ഇറ്റ്സ് ഡയമീറ്റർ. അതായത് സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിൽ വരുന്ന ഒരു കണക്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് മോർ ദാൻ 3 times ഇറ്റ്സ് ഡയമീറ്റർ. നമുക്കിപ്പോൾ ഒരു ഡയമീറ്റർ ഒരു 10 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡയമീറ്റർ ഒരു 10 ആണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് ആ ഡയമീറ്ററിന്റെ മോർ ദാൻ 3 times ആയിരിക്കും. ഓക്കെ, കറക്റ്റ് 3 times എന്നല്ല പറയുന്നത്, മോർ ദാൻ 3 times. എന്തായാലും അതിനേക്കാളും കുറയില്ല, മോർ ദാൻ 3 times. അപ്പൊ ഡയമീറ്റർ 10 ആണെങ്കിൽ നമ്മുടെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 10ന്റെ 3 times എന്ന് പറയുന്നത് 3 into 10 30 ആണ്. അപ്പൊ 30നേക്കാളും കൂടുതൽ എന്തായാലും വരും.
ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതിൽ കുറവ് എന്തായാലും വരില്ല. സോ അപ്പോൾ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 3 times more than its diameter. ഡയമീറ്ററിന്റെ 3 times more than 3 times ആണ്. അങ്ങനെ ഒരു റിലേഷനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് പറയുന്നത് റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ടു ഡയമീറ്റർ. നമ്മളെ സർക്കംഫറൻസിന്റെയും അതുപോലെ ഡയമീറ്ററിന്റെയും റേഷ്യോ എടുക്കുകയാണ്. ഓക്കെ, റേഷ്യോ എടുക്കുന്നു. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഒന്ന് എഴുതാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് ഇവിടെ എഴുതാം. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് സർക്കംഫറൻസിനെ ഞാൻ സി എന്ന് വിളിക്കുന്നു. ഓക്കെ, സർക്കംഫറൻസ് നമ്മൾ സി എന്ന് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈസ് ടു എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളാ കൊടുക്കുക. അപ്പൊ സി ഇസ് ടു ഡി. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ. സോ അപ്പൊ ഇതിന്റെ റേഷ്യോ സി ഇസ് ടു ഡി. ഇതിന് നമുക്ക് ഒരു ടൈപ്പിലും കൂടെ എഴുതാം, ഫ്രാക്ഷൻ ഫോമിൽ. ദാറ്റ് ഈസ് C/2. ഇങ്ങനെയും നമ്മൾ എഴുതാറുണ്ട്. എന്തിനെ? റേഷ്യോനെ. ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും സെയിം ആണ്. സി ഇസ് ടു ഡി അല്ലെങ്കിൽ C/D, ബോത്ത് ആർ സെയിം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഇവർ തമ്മിലൊരു റിലേഷൻ വരുന്നുണ്ട്. സർക്കംഫറൻസ് ഇസ് 3 times more than its diameter. ഡയമീറ്ററിന്റെ 3 times more than 3 times, 3 timesന്റെ മോർ ആയിരിക്കും എന്ത്? സിയും ഡിയും വരുന്ന റിലേഷൻ. അപ്പൊ ഈ ഒരു സി ആൻഡ് ഡിയുടെ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ കോൺസ്റ്റന്റ്. നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആ കിട്ടാം. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ എക്സാമ്പിൾസ് വെച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ആ ഒരു എങ്ങനെയാ വന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് സർക്കംഫറൻസും അതുപോലെ ഡയമീറ്ററിന്റെയും റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുക. നമ്മൾ ഏതൊക്കെ ഡിഫറെന്റ് വാല്യൂസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും വി വിൽ ഗെറ്റ് എ കോൺസ്റ്റന്റ് വാല്യൂ. അത് 3 times ആണ് നമ്മൾ പറഞ്ഞു. 3 times more than 3 times. അപ്പൊ ജസ്റ്റ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്സ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരും. ബട്ട് എന്നാലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് പൈ എന്ന് പറയുന്നത്. PI, പൈ. ദെൻ അതിന്റെ പൈ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് പൈ. ഓക്കെ, ബട്ട് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഇങ്ങനെ. അതായത് ഇങ്ങനെ രണ്ട് ലൈൻസ് വരയ്ക്കുന്നിട്ട് മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ദാറ്റ് ഇസ് പൈ. ഓക്കെ, അപ്പം ഈ ഒരു കോൺസ്റ്റന്റ് ആണ് പൈ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ആൻഡ് ഡയമീറ്റർ. ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് കോൾഡ് പൈ. ഓക്കെ, ദിസ് ഇസ് പൈ. ഇതാണ് പൈ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പൈ എന്ന് എഴുതുന്നത്. ദെൻ ആ പൈക്ക് ഒരു വാല്യൂ ഉണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവുമല്ലോ. ദാറ്റ് ഇസ് 3.14. പൈ വാല്യൂ ഇസ് 3.14. ബട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെസിമൽ പോയിന്റ്സ് വെച്ച് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിഫിക്കൽട്ട് ആണല്ലോ, അല്ലേ? ആണ്. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാലും ഡിഫിക്കൽട്ടാണ്. നോർമൽ നമ്പേഴ്സ് വെച്ച് ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൽട്ട് അല്ലേ നമ്മൾ എന്ത് ചെയ്യുമ്പം? ഡെസിമൽ നമ്പേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈക്ക് ഒരു വാല്യൂം കൂടെ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് 22/7. ഓക്കെ, അപ്പോൾ 22/7 ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഡിനോമിനേറ്ററിൽ 7 വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ ക്യാൻസലിംഗ് ഒക്കെ ചെയ്യാം. അതായത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വന്നാൽ അവിടെ ഡിവിഷൻ പോസിബിൾ ആണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം എന്താ നമ്മളിവിടെ പറഞ്ഞത്? ദി റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ആൻഡ് ഡയമീറ്റർ ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് കോൾഡ് പൈ. ഓക്കെ, പൈ എന്നാണേ പറയാ. അതെന്താ റീഡ് ചെയ്യുക? പൈ. നമ്മൾ എഴുതിങ്ങനെ 2 ലൈൻ വരച്ച് മുകളിൽ ഒരു ലൈൻ കൊടുക്കുക. ദാറ്റ് ഇസ് പൈ. ആൻഡ് ദി വാല്യൂ ഓഫ് പൈ ഇസ് 3.14. അപ്പൊ ചില പ്രോബ്ലത്തിൽ നമ്മൾ 3.14 യൂസ് ചെയ്യണം. പക്ഷെ അത് പ്രോബ്ലത്തിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ടേക്ക് പൈ ഇസ് ഈക്വൽ ടു 3.14 അല്ലെങ്കിൽ ടേക്ക് പൈ ഇസ് ഈക്വൽ ടു 22/7. ഓക്കെ, അപ്പൊ 22/7 എന്ന് പറഞ്ഞാൽ പൈയുടെ വാല്യൂ തന്നെയാണ്. ബട്ട് അത് നമ്മൾ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നോർമലി ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് പൈ എന്ന് ചോദിച്ചാൽ 3.14 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതിന്റെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസിങ് 22/7. നമ്മൾ 22/7 യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ 2 വാല്യൂസ് യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് യൂസ് പൈ ഈക്വൽ ടു 3.14 ഓർ 22/7. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? ദെൻ അപ്പൊ നമ്മൾ വാല്യൂസ് പഠിച്ചു. ദെൻ വി ക്യാൻ സേ ദാറ്റ് C/D ഈക്വൽ ടു പൈ. നമ്മൾ പറഞ്ഞു റേഷ്യോ പൈ ആണ്. ആൻഡ് വേർ C റെപ്രസെന്റ്സ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ആൻഡ് D എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ? പഠിച്ച കാര്യമാണ്. C എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസും D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഡയമീറ്ററും കൂടെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഒരു കാര്യം എഴുതാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു റേഷ്യോ
the ratio of circumference and diameter is equal to a constant. That constant is called pi and the value of pi is 3.14 or 22/7. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ ആണ് അല്ലേ, ഇവിടെ ഈക്വൽ സിമ്പിൾ ഉണ്ട്. സോ ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ഇക്വേഷൻ. ആൻഡ് C/D ഈക്വൽ ടു പൈ. നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാലോ അല്ലെ. നമ്മൾ ആൽജിബ്ര ഒക്കെ പഠിച്ച ആളുകളാണ് അല്ലെ. നമ്മൾ കുറെ ഇക്വേഷൻസ് എഴുതാനും അതുപോലെ ഇക്വേഷൻസ് അറേഞ്ച് ചെയ്ത് എഴുതാനും ഒക്കെ അറിയുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ C/D ഇസ് ഈക്വൽ ടു പൈ എന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഈ സീനെ ഈ സൈഡ് തന്നെ വെക്കുന്നു. ഇവിടെ D എന്ന് പറയുന്നത് ഡിവിഷൻ ആണ് അല്ലെ, C ആയിട്ട് ഡിവിഷൻ ആണ്. ദിസ് മീനിങ് ഇസ് ഡിവിഷൻ അല്ലെ, C/D. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡീനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഡിവിഷൻ ഇസ് ചേഞ്ച് ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ. എപ്പോഴും നമ്മൾ ഈക്വൽസിന്റെ അടുത്തൊരു സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വർക്കിംഗ് വരിക അല്ലെ. അപ്പൊ ഇവിടെ D ഡിവിഷൻ ആണെങ്കിൽ അത് ഈ സൈഡിലോട്ട് പോകുമ്പോൾ ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പൈ D എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഒന്നും യൂസ് ചെയ്യേണ്ട, പൈ D എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ C ഈസ് ഈക്വൽ ടു പൈ D. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും എന്തിനാ ഞാനിത് ഇങ്ങനെ എഴുതിയെന്ന്? നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്ററിൽ? സർക്കിളിന്റെ സർക്കംഫെറൻസ്. സർക്കിൾ നമ്മൾ സർക്കംഫെറൻസ് എന്നാ പറയാ. ഇനി ആ ഒരു വേർഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, പെരിമീറ്റർ അല്ല കേട്ടോ. അപ്പൊ സർക്കംഫെറൻസും ഏരിയയും ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സർക്കംഫെറൻസാ. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ചപ്പോഴൊക്കെ സർക്കംഫെറൻസിന്റെ ഡെഫിനിഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലെ. ടോട്ടൽ ആ ഒരു ബൗണ്ടറിയുടെ ലെങ്ത്, ദാറ്റ് ഇസ് ദി സർക്കംഫെറൻസ്. ഇക്വേഷൻ അറിയില്ലല്ലോ, നമ്മൾ പഠിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ടേംസ് ഒക്കെ പഠിക്കണം. അതായത് നമ്മുടെ ഡിയും ആറും ഒക്കെ നമ്മൾ പഠിച്ചു, ഡയമീറ്ററും റേഡിയസ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ സർക്കംഫെറൻസിന്റെ ഇക്വേഷൻ പഠിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ ഒരു ഇക്വേഷൻ എന്ന് പറയാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇക്വേഷനിലോട്ട് എത്തി. എന്ത് പഠിച്ചിട്ട്? നമ്മൾ നമ്മുടെ സർക്കംഫെറൻസിന്റെയും ഡയമീറ്ററിന്റെയും റിലേഷൻ പഠിച്ചുകൊണ്ട്. എന്താ റിലേഷൻ? സർക്കംഫെറൻസ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? മോർ ദാൻ 3 times ഓഫ് ദി ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ മോർ ദാൻ 3 times. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ സർക്കംഫെറൻസ് ബൈ D, റേഷ്യോ നമുക്ക് ഫ്രാക്ഷനിൽ എഴുതാലോ. അപ്പൊ C/D എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഇസ് പൈ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ പൈയുടെ വാല്യൂ 3.14 ആണ് ഓർ 22/7 ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ ആ ഒരു ഇക്വേഷൻ വെറുതെ ഒന്ന് എടുത്ത് എഴുതിയതേ ഉള്ളൂ. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടി? C കിട്ടി. ദെൻ വാട്ട് ഇസ് ദാറ്റ് C? C ഇസ് അവർ സർക്കംഫെറൻസ് അല്ലേ. C എന്ന് പറയുന്ന സർക്കംഫെറൻസ് ആണ്. അപ്പൊ സിയുടെ ഇക്വേഷൻ ആയില്ലേ? വാട്ട് ഇസ് C? C ഈസ് ഈക്വൽ ടു പൈ D. ഓക്കെ. അതായത് പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റും നമ്മുടെ ഡയമീറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി സർക്കംഫെറൻസ്. നമുക്ക് സർക്കംഫെറൻസ് കിട്ടും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് അതിൽ ഡയമീറ്റർ തന്നാൽ മതി. പിന്നെ പൈയുടെ വാല്യൂ തരേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാം പൈ ഈസ് എ കോൺസ്റ്റന്റ് ആണ്. വാല്യൂ 3.14 ആണ്, അല്ലെങ്കിൽ 22/7 യൂസ് ചെയ്യാമെന്ന്. അതെന്തായാലും ക്വസ്റ്റ്യനിൽ ചേരും. ഏത് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റിൽ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് സർക്കംഫെറൻസിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ തന്നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. കാരണം ഇവിടെ വരുന്നത് D ആണ്. ഓക്കെ. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഡയമീറ്റർ ആൻഡ് റേഡിയസ്? എന്താ ഡയമീറ്ററിന്റെയും റേഡിയസിന്റെയും റിലേഷൻ? D എന്ന് പറയുന്നത് 2R ആണ് അല്ലെ. ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു D ഈസ് ഈക്വൽ ടു 2R. അപ്പൊ നമുക്ക് ഈ ഡിക്ക് പോയിട്ട് 2R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? യെസ്. സോ സർക്കംഫെറൻസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡിക്ക് പകരം നമുക്ക് 2R കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ കിട്ടിയില്ലേ സർക്കംഫെറൻസിന്? സോ സർക്കംഫെറൻസ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം, 2πr. ഓക്കെ. 2πr. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. സർക്കംഫെറൻസ് ഇസ് ഈക്വൽ ടു പൈ D എന്നും നമുക്ക് പറയാം. ഇനി ക്വസ്റ്റ്യനിൽ റേഡിയസ് ആണ് തന്നതെങ്കിൽ നമുക്ക് സർക്കംഫെറൻസ് C ഇസ് ഈക്വൽ ടു 2πr യൂസ് ചെയ്യാം. ഇനി ഡയമീറ്റർ ആണ് തന്നതെങ്കിൽ നമുക്ക് C ഇസ് ഈക്വൽ ടു പൈ D എന്ന് യൂസ് ചെയ്യാം. 2 ഇക്വേഷൻസും പോസിബിൾ ആണ്. അതാണ് എന്തുകൊണ്ട് വരുന്നത് അങ്ങനെ ഒരു രണ്ടും പോസിബിൾ ആയത് എന്താണ്? ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയമീറ്റർ ആൻഡ് റേഡിയസ്. ഓക്കെ. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്ററിന്റെ ഹാഫ് ആണ്. ആൻഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആണ്. ഓക്കെ. സോ അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സർക്കംഫെറൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ. സർക്കംഫെറൻസിന്റെ ഇക്വേഷൻ പഠിച്ചു. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ. ഓക്കെ. ഇനി നമുക്ക് ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ പ്രോബ്ലം ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കംഫെറൻസ് ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബ്ലം മാത്രമേ നമുക്ക് ഇവിടുന്ന് ചെയ്യാനുള്ളൂ. ചില കേസസിൽ
പ്രോബ്ലത്തിന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ഡയമീറ്ററോ റേഡിയസോ ഫൈൻഡ് ചെയ്യാനുണ്ടാവും. അങ്ങനെയാണ്. പക്ഷെ ഇവർ 3 പേരും വരുന്ന റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. ഓക്കെ, റേഡിയസ്, ഡയമീറ്റർ ആൻഡ് സർക്കംഫറൻസ്. അതിൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് സി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സിയുടെ ഇക്വേഷൻ എന്താണ്? സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു പൈ ഡി ഓർ 2πr. ഓക്കെ, അപ്പൊ ഈ 2 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും പ്രോബ്ലംസ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ക്ലിയർ ആയല്ലോ എന്തൊക്കെയാണ്? വാട്ട് ഈസ് സർക്കിൾ? സർക്കിൾ എന്താന്ന് മനസ്സിലായില്ലേ? സർക്കിൾ ഹാസ് നോ എഡ്ജസ്, നോ സൈഡ്സ്, ദെൻ കർവ്ഡ് ഷേപ്പ് ആണ്, റൗണ്ട് ഷേപ്പ് ആണ്, ഓർ ഇസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ സർക്കിളിന്റെ പാർട്സ് പഠിച്ചു, സെന്റർ ഓഫ് സർക്കിൾ പറഞ്ഞു അല്ലെ. സെന്റർ എന്ന് പറയുന്നത് ബൗണ്ടറിന്ന് വരുന്ന ഏത് ലൈൻസ് സെന്ററിലോട്ട് വരച്ചാലും എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് സെന്റർ ഓഫ് സർക്കിൾ. പിന്നെ നമ്മൾ ഡയമീറ്റർ പഠിച്ചു, റേഡിയസ് പഠിച്ചു, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയമീറ്റർ ആൻഡ് റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. Then after that finally we discussing circumference equation. Okay, circumference എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ് കേട്ടോ. ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യരുത്, സർക്കംഫറൻസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്താലോ? നമ്മുടെ മെയിൻ ആയിട്ട് എന്താണ്? പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പൊ എങ്ങനെയാണ് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം ഈ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് problems. Okay, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. So the first problem is, what is the circumference of circle of diameter 10? Yes, simple ആയിട്ടുള്ള പ്രോബ്ലം ആണ്. Find the circumference and diameter is given, that is 10 centimeter. Okay, that is 10 centimeter. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ പൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. സോ ഇവിടെ തന്നിട്ടുണ്ട് ടേക്ക് പൈ ഈക്വൽ ടു 3.14. ഓക്കെ, 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതന്നെ യൂസ് ചെയ്യുക. അതെന്താ വെച്ചാൽ 22/7 യൂസ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ അവിടെ കോംപ്ലിക്കേറ്റഡ് ആവും. ആൻസർ കിട്ടാത്തതല്ല, ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വാല്യൂസിനനുസരിച്ച് വേണം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 3.14 യൂസ് ചെയ്യണം. സർക്കംഫറൻസ് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് റൈറ്റ് ദി ഇക്വേഷൻ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സർക്കംഫറൻസ് നമുക്ക് ആദ്യം ഇവിടെ ഗിവൺ വാല്യൂസ് ഒന്ന് എഴുതി വെക്കാം. ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ ഡയമീറ്റർ നമ്മൾ ക്യാപിറ്റൽ ഡി ഓർ സ്മോൾ ലെറ്റർ ഡി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 centimeter. And next is find the circumference. So C is equal to, ഇവിടെ നമുക്ക് ഡയമീറ്റർ തന്നതുകൊണ്ട് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് പോസിബിൾ? പൈ ഡി മതി. ഓക്കെ, റേഡിയസ് ആണ് തന്നതെങ്കിൽ നമുക്ക് 2πr യൂസ് ചെയ്യായിരുന്നു. ഇവിടെ പൈ ഡി മതി. ആൻഡ് പൈ വാല്യൂ ഇസ് 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞു. ദെൻ ഇൻടു ഡി ഇസ് 10 ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡയറക്റ്റ് ആൻസർ പറഞ്ഞൂടെ? എന്താ ചെയ്യേണ്ടത്? 10 ചെയ്യുമ്പോൾ 10ൽ 1 0 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് 1 പ്ലേസ് മൂവ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഇസ് ദി ആൻസർ? അപ്പൊ അത് ഈ പോയിന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ദാറ്റ് ഇസ് 31.4 സെന്റിമീറ്റർ. ഇവിടെ സെന്റിമീറ്റർ ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരിമീറ്റർ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? ലീനിയർ യൂണിറ്റ്സ് ആണ് അല്ലെ. അതായത് സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ, ഇനി ഫീറ്റ് ആണെങ്കിൽ ഫീറ്റ്, അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ സെന്റിമീറ്ററിലാണ് ഡയമീറ്റർ തന്നത് 10 centimeter. സോ ദാറ്റ്സ് വൈ അവർ circumference is 31.4 centimeter. ഓക്കെ, ഇങ്ങനെ 10 ഒക്കെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. 100, 10, 1000 ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പോയിന്റിനെ ആ ഒരു നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞ നമ്പറിന്റെ കൂടെ, അതായത് ഒക്കെ 10ന്റെ പവേഴ്സ് ആയിരിക്കും. അപ്പൊ എത്ര സീറോസ് ഉണ്ടോ നോക്കുക, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിനെ മൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ടൈം യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question, what is the circumference of circular disc of radius 14 centimeter? So here the radius is given. Radius ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത്? C is equal to 2πr. Circumference is equal to 2πr യൂസ് ചെയ്താൽ മതി. Okay, so first write the given values. So r is equal to 14 centimeter and circumference equation C is equal to 2πr. Okay, C is equal to 2πr. Then ഇവിടെ പറഞ്ഞു use pi equal to 22/7. So അതുകൊണ്ട് അതന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ 2 into pi is 22/7 into and r is 14. r 14 ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ 22/7 പറഞ്ഞെന്ന് മനസ്സിലായോ? കാരണം എന്താ, ഇവിടെ 14 ആണ് വരുന്നത്. 7ന്റെ
മൾട്ടിപ്ലിക്കേഷനിൽ 14 ഉണ്ട് 2 ടൈംസ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? നമുക്ക് ഇവിടുന്ന് ഇത് ന്യൂമറേറ്ററിലും 7 ഡിനോമിനേറ്ററിലും ആണ്. അപ്പോൾ നമുക്ക് 14/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 14/2 7ൽ 2 ടൈംസ് ആണ് 14. അപ്പോൾ അത് 2 ആയില്ലേ? ഇവിടുത്തെ 7 എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. 7ൽ 7 1 ടൈം ആൻഡ് 7ൽ 14 is 2 ടൈംസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഏത് യൂസ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത്. Then 2 into 22 is 44. Then 44 into 2 is 88. So that's why the circumference is 88 centimeter. ഓക്കെ, ഇവിടെയൊക്കെ യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് എന്തായാലും എഴുതണം. സോ 88 സെന്റിമീറ്റർ ഇസ് ദി സർക്കംഫറൻസ് ഓഫ് ദിസ് സർക്കിൾ. ഇവിടെയുള്ള ഈ ഒരു സർക്കിളിന്റെ സർക്കുലർ ഡിസ്കിന്റെ കേട്ടോ, ഡിസ്ക് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ചൂസ് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഗോ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Find the perimeter of the given shape. Take pi equal to 22/7. So ഇവിടെ പറഞ്ഞ വേർഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അതെന്തുകൊണ്ട് അവരവിടെ ഇത്രയും നേരം നമ്മൾ സർക്കംഫറൻസ് എന്ന് പറഞ്ഞു. കാരണം നമ്മൾ സർക്കിളാണ് പഠിക്കുന്നത്, സർക്കിളിൽ നമ്മൾ പെരിമീറ്റർ യൂസ് ചെയ്യാറില്ല, സർക്കംഫറൻസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടാണ്. ആ ഫിഗറിലോട്ട് അങ്ങ് ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് സർക്കിളായിട്ട് തോന്നുന്നുണ്ടോ? ഇതിനെനിക്ക് സർക്കിളായിട്ട് തോന്നുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് ഒരു സർക്കിളാണോ? അല്ല, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിൽ സർക്കിൾ വരുന്നുണ്ട്, ബട്ട് നോട്ട് എ കംപ്ലീറ്റ് സർക്കിൾ. സോ ദാറ്റ്സ് വൈ ഹിയർ ദിസ് വേർഡ് പെരിമീറ്റർ ഇസ് യൂസ്ഡ്. ഓക്കെ, അതുകൊണ്ടാണ് പെരിമീറ്റർ യൂസ് ചെയ്യാനുള്ള റീസൺ. അതർവൈസ് അത് സർക്കംഫറൻസിന് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിനെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിന്റെ പെരിമീറ്റർ ആണ്. അപ്പൊ ഈ ഷേപ്പിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെയാണ് വരുന്നത്? അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്താ ഈ ഒരു മെഷർമെന്റ്, പിന്നെ ഈ ഒരു മെഷർമെന്റ്, പിന്നെ ദാ ഇവിടുന്ന് ഇവിടെ വരെ വരുന്ന മെഷർമെന്റ്, ദെൻ ഇവിടുന്ന് ഇവിടെ വരെ വരുന്ന മെഷർമെന്റ്. സോ ഈ ഒരു ടോട്ടൽ വേണം, അപ്പം മാത്രമേ ഈ ഒരു ഷേപ്പിന്റെ പെരിമീറ്റർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? സോ ഇതൊരു സർക്കിളിന്റെ പകുതിയാണ് അല്ലെ, ഹാഫ് ഓഫ് ദി സർക്കിൾ ആണ്. സോ ദിസ് ഹാഫ് ഓഫ് ദി സർക്കിൾ ഇസ് കോൾഡ് ദി സെമി സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളിന്റെ ഹാഫിനെ നമ്മൾ എന്താ വിളിക്കുക? സെമി സർക്കിൾ എന്നാണ് പറയുന്നത്. സോ അപ്പൊ ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്, ഇവിടെ ഉള്ളത് ഒരു സെമി സർക്കിൾ ആണ്, ഇതൊരു സെമി സർക്കിൾ ആണ്, ആൻഡ് ദിസ് വൺ ഇസ് ഓൾസോ സെമി സർക്കിൾ. അപ്പൊ ഇങ്ങനെയാകുമ്പോ രണ്ട് സെമി സർക്കിള് ഒരുമിച്ച് അങ്ങ് കമ്പൈൻ ചെയ്താൽ വി വിൽ ഗെറ്റ് ദി സർക്കിൾ അല്ലേ. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ ജോയിൻ ചെയ്താൽ അതെന്തായി? സർക്കിൾ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് സർക്കിൾസ് ഉണ്ട്. ആ രണ്ട് സർക്കിൾസിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ കൂടെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആൻസർ ആയി. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണോ? വേണ്ട. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം നമ്മുടെ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് നോർമലി ഇക്വേഷൻ എന്താണ്? 2πr ആണ്. ഇത് ഒരു ഫുൾ സർക്കിളിന്റെ ഓക്കെ 2πr ആണ്. അപ്പം ഹാഫ്, ഒരു സർക്കിളിന്റെ ഹാഫിനെയാണ് വി ക്യാൻ സേ ദാറ്റ് സെമി സർക്കിൾ. നമ്മൾ അതിനെ സെമി സർക്കിൾ എന്ന് പറയും. അപ്പം ഹാഫ് എടുക്കുക, അപ്പൊ സർക്കംഫറൻസും എന്താവും? ഹാഫ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ സെമി സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ πr ആണ്. ഓക്കെ, സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് πr ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇവിടെ 4 സെമി സർക്കിൾസാ. അപ്പൊ എന്ത് ചെയ്താൽ മതി? πr അതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ 4 ടൈംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 into πr ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ എത്ര ഇക്വേഷൻസ് ഉണ്ട്? 4 into πr നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ എന്താണുള്ളത്? പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് സർക്കിൾസ് ആണ്. ഒരു സർക്കിളിന്റെ ഇവിടെ തന്നത് റേഡിയസ് ആണോ ഡയമീറ്റർ ആണോ? ഇവിടെ നമുക്കുള്ളത് ഡയമീറ്റർ ആണ് കേട്ടോ. ഇത് ഡയമീറ്റർ ആണ്. ഇതാണ് 14, വാല്യൂ ഉള്ളത് 14 ആണ്. ഇവിടെയും 14 ആണുള്ളത്. അത് ഡയമീറ്റർ ആണ്. കണ്ടില്ലേ, ഇത് ഡയമീറ്റർ അല്ലേ വരിക? നമ്മളൊരു ഹാഫ്, ഒരു കംപ്ലീറ്റ് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഹാഫ് ആക്കി കഴിയുമ്പം ഈ ഹാഫ് ആക്കുന്ന ഈ എഡ്ജാണ് നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. അപ്പൊ 40 ആണ് ഡി വരുന്നത്. അപ്പൊ 40 ആണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു 40 ആണെങ്കിൽ ആർ എന്തായിരിക്കും? ഡിയും ആറും റിലേഷൻ എന്താണ്? ഡിയുടെ ഹാഫ് ആണ്. ദാറ്റ് മീൻസ് 14/2 7 ആണ് നമുക്ക് എന്ത് വരുന്നത്? എന്ത് കിട്ടുക? നമ്മുടെ റേഡിയസ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് 4πr വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം എങ്ങനെ ഈ 4πr വന്നത്? πr സെമി സർക്കിളിന്റെ പെരിമീറ്റർ ആണ്. അങ്ങനത്തെ 4 സെമി സർക്കിൾസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് 4 into ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ എന്താണ്? രണ്ട് സർക്കിൾസ് ആണല്ലോ. അപ്പൊ ഒരു സർക്കിളിന്റെ
പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 6 വെച്ച് പറയുമ്പോൾ 2πr ആണ്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, 2 × 2πr. അപ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്, 4πr ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്തായിരിക്കും, 4πr ആയിരിക്കും. അത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് 4πr ആണ് വരുന്നത്. മനസ്സിലായോ? നമ്മൾ 2 ടൈപ്പിൽ ഇവിടെ പറഞ്ഞു. ഇവിടെ നമുക്ക് 4 സെമി സർക്കിൾസ് ആണുള്ളത്. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ സർക്കംഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിഗറിന്റെ ടോട്ടൽ പെരിമീറ്റർ ആവും. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താണ്, സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി സർക്കിൾ. അപ്പൊ സർക്കംഫറൻസും ഹാഫ് ആയി, ദാറ്റ് ഇസ് 2πr/2, ദാറ്റ് ഇസ് πr. ഓക്കെ, ഇത് ഇക്വേഷൻ ഓർത്തു വെക്കണം കേട്ടോ. πr ആണ് സെമി സർക്കിളിന്റെ പെരിമീറ്റർ, അതായത് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 സെമി സർക്കിൾ കമ്പൈൻ ചെയ്താൽ വി വിൽ ഗെറ്റ് ദി സർക്കിൾ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇത് രണ്ടും ജോയിൻ ചെയ്ത ഒരു സർക്കിളായി, ടോപ്പ് ആൻഡ് ബോട്ടം ജോയിൻ ചെയ്ത സെക്കൻഡ് സർക്കിളായി. അപ്പൊ എന്താണ് വരുന്നത്, 2 സർക്കിൾസ്. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 2πr, അതിന്റെ കൂടെ 2 സർക്കിൾസ് ഉണ്ട്. അപ്പൊ 2 × 2πr 4πr. അപ്പോഴും നമുക്ക് 4πr ആയി. അപ്പൊ നമുക്ക് 2 ടൈപ്പിൽ ചെയ്യാം, എങ്ങനെ ചെയ്താലും നോ പ്രോബ്ലം. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണം അങ്ങനെയും ചെയ്യാം, πr വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, പക്ഷെ അത് കുറച്ചൊരു ടൈം പോയില്ലേ നമുക്ക്. അതിനേക്കാളും ഈസി എന്താണ്, 4πr യൂസ് ചെയ്യാം. ഓക്കെ, ഈ 2 മെത്തേഡിലും ആകുമ്പോഴും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 4πr ആണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. സോ സർക്കംഫറൻസ് ഇപ്പൊ 4πr ഇനി വാല്യൂ കൊടുത്താൽ മതി. r നമുക്ക് 7 ആണ്. അപ്പൊ 4 × then ഇവിടെ നമ്മളോട് പൈയുടെ വാല്യൂ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് 22/7 ആണ്. അപ്പൊ അതന്നെ യൂസ് ചെയ്യാം. അപ്പൊ പൈ ഇസ് 22/7 ആൻഡ് ഇൻറ്റു r ഇസ് ഓൾസോ 7. ആറും 7 ആണ് വന്നത്. അപ്പൊ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം നമ്പേഴ്സ് വന്നാൽ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. അതെന്തുകൊണ്ടാണ്, 7/7 ഇസ് 1. ഏത് നമ്പർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വന്ന ആൻസർ 1 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്യാൻസലിംഗ് എന്ന് പറയാം. ഇനി 4 × 22 എന്ന് പറയുന്നത് എന്താണ്, 88. സോ 88 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ, ഒരു ചെറിയൊരു ഫിഗർ ആ കൊടുത്ത്, ആ ഫിഗറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 88 സെന്റിമീറ്റർ ആണ്. നമ്മൾ 2 ടൈപ്പിൽ പറഞ്ഞു കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പിലും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ 4πr ആണ്. അതുകൊണ്ടാണ് നമ്മൾ 4πr വെച്ചിട്ട് ഇത് സോൾവ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. സോ സുധാൻഷു ഡിവൈഡ്സ് എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് 7 സെന്റിമീറ്റർ. ഒരു സർക്കുലർ ഷേപ്പിൽ വരുന്ന ഒരു ഡിസ്കിനെ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഒരു ചിത്രം വരയ്ക്കാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫിഗറിൽ ഒരു സർക്കിൾ ഡിസ്ക് ആണ്. സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് 7 സെന്റിമീറ്റർ. റേഡിയസ് 7 സെന്റിമീറ്റർ ആണ്. ഇൻ 2 ഈക്വൽ പാർട്സ്. ഓക്കെ, 2 ഈക്വൽ പാർട്സിലും റേഡിയസ് 7 സെന്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ദി പെരിമീറ്റർ ഓഫ് ഈച്ച് സെമി സർക്കുലർ ഷേപ്പ് ഡിസ്ക്. അപ്പൊ ഇവിടെ ആ ഡിസ്കിനെ ഇയാൾ എന്താ ചെയ്തത്, ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്കിനെ ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക, ഇങ്ങനെ വരും അല്ലെ. ഇപ്പൊ ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു, സെന്ററിലൂടെ കട്ട് ചെയ്യുമ്പോഴാണ് അത് ഈക്വൽ പാർട്സ് ആയിട്ട് വരിക. അപ്പൊ 2 സെമി സർക്കിൾസ് കിട്ടി. ഓക്കെ, 2 സെമി സർക്കിൾസ് കിട്ടി. 2ന്റെ കേസിലും റേഡിയസ് എത്രയാണ്, 7 ആണ്. ഇവിടെയും 7 ആണ് അല്ലെ. 2 കേസിലും 7 സെന്റിമീറ്റർ ആണ് റേഡിയസ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഇസ് ദി പെരിമീറ്റർ ഓഫ് ഈച്ച് സെമി സർക്കുലർ ഷേപ്പ് ഡിസ്ക്. 2നെ ഇവിടെ ഈച്ച് ആയിട്ട് കാണണം. ഓക്കെ, കംപ്ലീറ്റ് മീൻസ് ഫുൾ ആയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. സർക്കംഫറൻസ് കാണാൻ 2ഉം സെപ്പറേറ്റ് ആണ്. അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസ്ക്, ഫസ്റ്റ് പാർട്ട്, താഴത്തതാണ് സെക്കൻഡ് പാർട്ട്. അപ്പൊ നമ്മൾ ഇവിടെ സർക്കംഫറൻസ് കാണുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ കാണുക അല്ലെ, ചുറ്റും വരുന്ന മെഷർമെന്റ് അല്ലേ. അതുപോലെ ഇവിടുന്ന് ഈ പാർട്ടും ഇതാണ് നമ്മുടെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് സെമി സർക്കിൾ ആണ് വരുന്നത്. ഓക്കെ, ഡിസ്കിന്റെ ഒരു പാർട്ട് സെമി സർക്കിൾ ആണ്, പിന്നെ അടുത്ത പാർട്ട് അടുത്ത സെമി സർക്കിളും. അപ്പൊ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് കാണാൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ പറഞ്ഞു. എങ്ങനെയാണ്, അതായത് സർക്കിളിന്റെ എന്താണ് 2πr ആണ്. ഓക്കെ, സർക്കംഫറൻസ് 2πr ആണ്. അപ്പൊ സർക്കിളിന്റെ ഹാഫ് ആണ് സെമി സർക്കിൾ. അപ്പൊ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസും എന്തായിട്ട് മാറി, ഹാഫ് ആയിട്ട് മാറി. അപ്പൊ 2πr/2 എന്ന് പറയുന്നത് πr ആണ്. ഓക്കെ, ആ ഇക്വേഷൻ ഓർത്ത് വെക്കണം കേട്ടോ. അതായത് സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആണ്,
സെമി സർക്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി സർക്കിൾ ആണ്, അതുകൊണ്ട് പെരിമീറ്ററും ഹാഫ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ബൈ 2 എന്ന് എഴുതാം. ദെൻ ഇവിടെ 2ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദി സർക്കംഫറൻസ് ഓഫ് സെമി സർക്കിൾ ഇസ് പൈ ആർ. ഇതാണ് നമ്മുടെ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പാർട്ടിൻ്റെത് ഫസ്റ്റ് ചെയ്യാം. നമ്മുടെ ഡിസ്കിന്റെ ഫസ്റ്റ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ സർക്കംഫറൻസ് എന്താണ്, പൈ ആർ ആണ്. സോ ആറ് രണ്ടിലും കോമൺ ആ 7 സെന്റിമീറ്റർ. അത് ഏതൊരു സർക്കിൾ ഷേപ്പ് ആയാലും അവിടെ റേഡിയസിലും മാറ്റമില്ല കേട്ടോ, റേഡിയസ് എല്ലാം സെയിം ആയിരിക്കും. ഡയമീറ്റർ ആണെങ്കിലും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം സി ഈസ് ഈക്വൽ ടു ഇവിടെ 22/7 ആ കൊടുക്കാൻ പറഞ്ഞത്, 22/7 ഇൻറ്റു ആർ 7. ഓക്കെ, അപ്പൊ എന്താ ഇതാ ഈ 7ഉം 7ഉം നമുക്ക് കട്ട് ചെയ്ത് പോവാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിലാണ് സെയിം നമ്പേഴ്സ് വരുമ്പോൾ ആൻസർ 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്യുന്നത്. സോ ദി ആൻസർ ഇസ് 22 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ഫസ്റ്റ് പാർട്ടിൻ്റെത് 22 സെന്റിമീറ്റർ കിട്ടി. ഇനി അടുത്തതും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അവിടെ വാല്യൂസിലൊന്നും ചേഞ്ചസ് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ഒരു സ്റ്റെപ്പ് ഇത് എഴുതിയിട്ട് ദെൻ അവിടെ താഴെ വേർഡ്സിൽ ജസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, ദി ഡിസ്ക് 2 പാർട്സ് ആർ സെയിം, therefore the circumference is also same, that is equal to 22 സെന്റിമീറ്റർ. ഓക്കെ, 22 സെന്റിമീറ്റർ അവിടെ ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്തതെന്ന്? അപ്പൊ നമ്മൾ ഇവിടുന്ന് പ്രോബ്ലത്തിലൂടെ നമ്മൾ ഒരു ഇക്വേഷനും കൂടെ പഠിച്ചു. നമ്മുടെ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് പൈ ആർ ആണ്. ഓക്കെ, പൈ ആർ. ഇനി നമ്മൾ പൈ ഡിനെയാണ് ചെയ്യുന്നതെങ്കിലോ, ഇപ്പൊ നമ്മൾ 2 ഇക്വേഷൻസ് നമുക്ക് അറിയാലോ അല്ലെ, പൈ ഡി, സർക്കംഫറൻസിന് പൈ ഡി എന്ന് അറിയാം. അപ്പൊ ഈ പൈ ഡിയുടെ ഹാഫ് ആയിരിക്കും സെമി സർക്കിളിന്റെ. ഓക്കെ, അപ്പൊ പൈ ഡി ബൈ 2 എന്നാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സർക്കിൾസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. വാട്ടർ സർക്കിൾ എന്നും ദെൻ അതുപോലെ തന്നെ പാർട്സ് ഓഫ് സർക്കിൾ പഠിച്ചു. അതിലാണ് നമ്മൾ ഡയമീറ്ററും റേഡിയസും എന്താന്ന് പറഞ്ഞത്. ദെൻ അതിനുശേഷം സർക്കംഫറൻസ് പഠിച്ചു, റിലേഷൻ ബിറ്റ്വീൻ ഡയമീറ്റർ ആൻഡ് റേഡിയസ് പഠിച്ചു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്തിലോട്ട് എത്തി, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർക്കംഫറൻസിന്റെ ഇക്വേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ദെൻ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ, സി ഇസ് ഈക്വൽ ടു പൈ ഡി ഓർ 2πr. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സെമി സർക്കിളിന്റെ സർക്കംഫറൻസും പറഞ്ഞു, സി ഇസ് ഈക്വൽ ടു പൈ ആർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നമ്മൾ ഒരു 3 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.